ഹലോ ഫ്രണ്ട്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സ് ആയ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ സാധാരണ എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്ന പോലെയല്ല ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ബിയറിൽ പൊരിക്കുന്ന പഴംപൊരി. അതുപോലെ വേറൊരു തരത്തിൽ ചെയ്യുന്ന ഒരു പഴംപൊരിയാണിത്. ഇപ്പം ഞാനൊരു 150 ഗ്രാം മൈദ എടുത്തിരുന്നു. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ആവാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നതാണ് കേട്ടോ. സ്പെഷ്യൽ റെസിപ്പിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, സാദാ ജീരകമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഏലക്ക എടുക്കുന്നുണ്ട്, 2 or 3 എടുക്കാം. അത് ഞാൻ എന്താ പറയുക, ഏലക്ക പൊടിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം പൊടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് തൊലി അടക്കം കൂടെ പൊടിച്ചിട്ട് എടുക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ കുരു മാത്രം പൊടിച്ചിട്ട് എടുക്കുവാണ്. അപ്പോൾ ഏലക്കപ്പൊടിയും ഇട്ട്, നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഏലക്കപ്പൊടി പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് കുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്. ഇത് സാധാരണ എല്ലാവരും ഇടുന്നത് തന്നെയായിരിക്കും. എള്ളാണിത്. എള്ള് കഴുകിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയോണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക്, അതിലിട്ടാണ് കഴുകിയിട്ട് ഊറ്റിയത്, അല്ലാണ്ട് കഴുകി അത് പുറത്തേക്ക് പോകില്ലേ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ എടുക്കുന്നത് 1/2 ഗ്ലാസോളം പാൽ മിക്സ് ചെയ്യുന്നു. വെള്ളം ചേർക്കുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് പാലൊന്ന് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് എല്ലടിക്കും ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നത്. സ്പൂണ് വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ കട്ടകളോടെ ഉണ്ടെങ്കിൽ സ്പൂണ് പോരാ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. അതായത് പാലും വെള്ളവും പപ്പാതിയായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാൽ ആദ്യം ഒഴിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മൾ പഴംപൊരിക്ക് ഇത്ര ടൈറ്റ് പാടില്ലല്ലോ. പിന്നെ ഞാൻ അതിലിടക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിനോന്നറിയില്ല. മഞ്ഞൾ ഞാൻ കളറിന് വേണ്ടി മാത്രം ഇട്ടാണ്. ഓരോരുത്തർക്ക് പഴംപൊരി എന്ന് പറയുമ്പോൾ ആ ഒരു കളറായിരിക്കും ഓർമ്മ വരിക. അതുകൊണ്ട് ആ ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ ഇട്ടതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പാലാണ് ഏറ്റവും കൂടുതൽ ഒഴിച്ചത് വെള്ളത്തിനെക്കാട്ടിയും. അപ്പം പാലൊഴിച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒന്ന് കട്ടിയില്ലാണ്ട് എന്താ പറയണ്ടേ, അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ആവുന്നില്ലെങ്കിൽ കൈ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടാകുന്നവർ സ്പൂൺ കൊണ്ടും ചെയ്യാം. കട്ടകൾ നല്ലോണം ഉടഞ്ഞ് കഴിഞ്ഞെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്കിനി എന്ത് വേണം, ഇത് ഉപ്പും പഞ്ചസാരയും ഒക്കെ കണക്കാണെന്നൊന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതാവുമ്പോൾ ഫ്ലോപ്പ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്, ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴമാണല്ലോ. അപ്പം നമ്മൾ പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല പഴുത്ത് നല്ല ഇഞ്ഞ പഴമാണെങ്കിൽ കായ പൊരിച്ചൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടാവും. പഴം പഴുപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് കായ പൊരിച്ചതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഞാൻ ഒരു പഴം 2ആയിട്ട് അരിയുന്നത്. അങ്ങനെ കണ്ടോ, ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് സെൻറ്ററിൽ കൂടെ പകുതിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയല്ലേ. ഞാൻ പറയുന്നതും വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ.
ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച്. അപ്പോൾ ആ പാനിലാണ് നമ്മളിന്ന് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ പഴം എടുത്ത് ഇങ്ങനെ ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ അതാ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് നെയ്യിലേക്ക് ഇടുക. അപ്പം നെയ്യ് നല്ല ചൂടാവണം, എണ്ണ നന്നായിട്ട് ചൂടാവണം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ പാം ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത്. ഞാൻ പറയുക, ഇപ്പോൾ പാക്കറ്റ് വെളിച്ചെണ്ണേൻ്റെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ അതായത് തേങ്ങ ഉണക്കി കൊപ്പരയാക്കിയിട്ട് ആട്ടി മില്ലിൽ കൊണ്ടുപോയി ആട്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയാക്കുന്നത്. പാക്കറ്റ് വാങ്ങിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും നല്ലതാണ് ഹെൽത്തിന്. നമ്മൾ പഴം ഇതിനകത്ത് എണ്ണയിലിട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഒരു സൈഡ് മാക്സിമം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ മറിച്ചിടാവൂ, അല്ലെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ പറ്റി നിൽക്കും. എന്താ പറയുക, നമ്മൾ മറിച്ചിടുമ്പോൾ അത് പൊട്ടാനും എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നോക്കുക, തിരിച്ചിട്ടൊക്കെ നോക്കുക വെന്തിനോ. പിന്നെ ഓരോരുത്തർക്ക് ഈ എള്ള് കാണാൻ നല്ല രസമില്ലേ, ഓരോരുത്തർക്ക് എള്ള് ഇഷ്ടാവില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതാ രണ്ട് സൈഡും ആയിക്കഴിഞ്ഞാൽ കോരി വെക്കുക, അതായത് എണ്ണയിൽ കോരി പ്ലേറ്റിലേക്ക് ഇടുക കേട്ടോ. ഫുള്ളും പൊരിക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നില്ല, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്. കാരണം ഞാൻ ഒരു 4-5 പഴത്തിൻ്റെത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ഞാൻ ഉണ്ടാക്കിയത്, കണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഇത്രയല്ല ഞാൻ അധികം ഉണ്ടാക്കിയിട്ട് മക്കളൊക്കെ എടുത്തിട്ട് പോയി. അപ്പം ഞാനും തിന്നല, ഞാനെല്ലാം ആക്കി കുളിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കെന്തോ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിരുന്നു. പാലിലും പിന്നെ ഏലക്കേൻ്റെ ടേസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.